റിലേഷൻഷിപ്പിൽ ഒരു മൂന്നാമതൊരു വ്യക്തി കടന്നു വന്നാൽ എന്ത് സംഭവിക്കും? ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രണയിക്കുന്ന രണ്ട് കമിതാക്കൾ തമ്മിലായിക്കോട്ടെ, ഒരു മൂന്നാമതൊരു വ്യക്തിയുടെ കടന്നു കയറ്റം അവിടെ എന്താണ് സംഭവിക്കുക? അവർ തമ്മിലുള്ള ഒരു വിശ്വാസം എന്നതിനെ അവർ തകർത്തെറിയുന്നു. മൂന്നാമതൊരു വ്യക്തി അവിടെ വന്നിട്ട് തന്നെക്കുറിച്ച് അല്ലെങ്കിൽ തൻ്റെ ഇണയെക്കുറിച്ച് ഇല്ലാത്തതായിരിക്കും അവിടെ വന്ന് പറഞ്ഞുണ്ടാക്കുന്നത്, അല്ലെ? തെറ്റിദ്ധാരണ. ആ ഒരു തെറ്റിദ്ധാരണ സന്തോഷത്തിൽ ഇരിക്കുന്ന ആ രണ്ട് ഇണകളെ അകറ്റി മാറ്റുന്നു, അല്ലെങ്കിൽ അടർത്തി മാറ്റുന്നു. ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവർ തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടായിക്കോട്ടെ, ഒരിക്കലും അതൊരു മൂന്നാമതൊരു വ്യക്തിയോട് പറയാതിരിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഒരിക്കലും ഒരാളും ആ ഒരു ബന്ധത്തിനെ ചേർത്ത് പിടിക്കണം അല്ലെങ്കിൽ ചേർത്ത് വെക്കണം എന്ന് ആരും ചിന്തിക്കുന്നില്ല. എല്ലാവരും ചിന്തിക്കുന്നത് എന്താണ്? ഒരു സിമ്പിളായിട്ടുള്ള കാര്യം എന്താണ്? ആ ഒരു ബന്ധത്തെ അടർത്തി മാറ്റുക എന്നുള്ളതാണ് വെരി സിമ്പിൾ. കാരണം ഒരു ബന്ധത്തെ ചേർത്ത് വെക്കുക എന്നുള്ളത് കുറച്ച് കഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ്. അതിനെ അടർത്തി മാറ്റുക എന്ന് പറയുന്നത് സിമ്പിളായൊരു കാര്യമാണ്. ഏതൊരു വ്യക്തിയും അതിനാണ് ട്രൈ ചെയ്യുക. ഇപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിൽ പല പ്രശ്നങ്ങളുണ്ടായിരിക്കും. അത് നിങ്ങളുടെ സുഹൃത്തിനോട് പറയുന്നു, അല്ലെങ്കിൽ ഫാമിലി ബന്ധുക്കളോട് പറയുന്നു. അവരെന്ത് പറയും? ഉടനെ പറയുന്നത് എന്താണ്? ഡിവോഴ്സ്. ഒരു വേർഡാണ് അവിടെ സ്ഥാനം പിടിക്കുന്നത്, അല്ലേ? നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കേണ്ട ചെറിയൊരു കാര്യം ഉണ്ടാവത്തുള്ളൂ. 4 ചുവരിൽ തീർക്കേണ്ട കാര്യം 4000 പേരിൽ തമ്മിൽ സംസാരിച്ചിട്ട് ആ ബന്ധത്തിനെ തകർത്തങ്ങട് എറിയുന്നു. എന്തുകൊണ്ട് നിങ്ങൾ തമ്മിൽ സംസാരിച്ചത് തീർക്കാൻ ശ്രമിക്കുന്നില്ല? നിങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന പ്രശ്നം നിങ്ങളുടെ ഫ്രണ്ടിനോടല്ല പറയേണ്ടത്. നിങ്ങളുടെ ഇണ തമ്മിലാണ് പ്രശ്നമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഇണയോടാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്, സുഹൃത്തിനോടല്ല, മാതാപിതാക്കളോടല്ല. നിങ്ങൾ അവളോട് സംസാരിക്കുക, അവനോട് സംസാരിക്കുക. എന്താണോ പ്രോബ്ലം അത് തുറന്ന് സംസാരിക്കുക. തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അത് അകറ്റി നിർത്തുക. ഇപ്പം ആര് നിങ്ങളോട് ഒരു വ്യക്തി വന്നിട്ട് തൻ്റെ ഭാര്യയെക്കുറിച്ച് അനാവശ്യം പറയുന്നു, അല്ലെങ്കിൽ തൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് അനാവശ്യം നമ്മളോട് പറഞ്ഞു തരുന്നു. കാരണം ഞാൻ ഈ ഒരു സബ്ജക്റ്റ് എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇന്ന് മിക്ക ദാമ്പത്യ ജീവിതത്തിലും ഉള്ളൊരു വലിയ പ്രോബ്ലമാണ് മറ്റുള്ളവരുടെ കടന്നുകയറ്റം. ആ ബന്ധത്തിനെ താറുമാറാക്കി കളയും, അല്ലേ? തീർച്ചയായിട്ടും സംഭവിക്കുന്നുണ്ട്. ഒത്തിരി പേരുടെ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തെറ്റിദ്ധാരണയാണ്. ആ തെറ്റിദ്ധാരണയുടെ പേരിൽ ചിന്തിക്കാതെ എടുത്ത് ചാടി മറ്റുള്ള വാക്ക് കേട്ടിട്ട് ആ ബന്ധം ചിന്നാഭിന്നമായിട്ട് മാറിപ്പോകുന്നു, തകർത്തെറിയപ്പെടുന്നു. എന്തുകൊണ്ട്? ഇപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിനെ കുറിച്ച് ഇപ്പോൾ മോശമായിട്ട് ആരെങ്കിലും നിങ്ങളോട് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ആ പറഞ്ഞത് ആ വൈഫിനോട് വന്നിട്ട് പറയുക, ഡാ മോളെ നിന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു, പക്ഷേ ഒരിക്കലും ഞാനത് വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയോ? എനിക്ക് നിന്നെ അറിയാം എന്നുള്ളൊരു വാക്കുണ്ടല്ലോ. സപ്പോസ് അത് പറഞ്ഞത് സത്യമാണെങ്കിൽ കൂടിയും ആ ഒറ്റ വാക്ക് എല്ലാം അവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ ആ ഒരു നെഗറ്റീവിനെ അവിടെ ഇല്ലാതെയാക്കുന്നു. എനിക്ക് നിന്നെ അറിയാം എന്നുള്ളൊരു വാക്ക്, നീ എൻ്റേതാണ് എന്നുള്ളൊരു വാക്ക്, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്നൊരു വാക്ക്. ആരും എന്ത് പറഞ്ഞോട്ടെ, നിങ്ങളുടെ ഇണയെ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ആരെന്തൊക്കെ ചെയ്താലും നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ഉള്ളിൽ ഭീതി വരുന്നില്ല, ആർക്കും ഉണ്ടാക്കാൻ കഴിയില്ല. തെറ്റിദ്ധാരണകൾ മാറ്റിവെക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളാണ് സംസാരിച്ച് തീർക്കേണ്ടത്. ആരെന്ത് പറഞ്ഞു അത് നിങ്ങൾ എന്നോട് പോയിട്ട് സംസാരിക്കുക. ഇന്ന ഒരു ചർച്ച നടന്നിട്ടുണ്ട് കേട്ടോ, പക്ഷേ ഞാൻ നിന്നെ വിശ്വസിക്കുന്നുണ്ട്. ആരെന്ത് പറഞ്ഞാലും എനിക്ക് നിന്നോട് ഒരു സംശയമില്ല ഇക്ക, അല്ലെങ്കിൽ എനിക്ക് നിന്നോട് ഒരു സംശയമില്ല മോളെ എന്ന് നിങ്ങൾ വൈഫിനോട് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ്, ആ നിങ്ങളുടെ ബന്ധത്തെ ആ ഒരു ബോണ്ടിങ് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ ഏതൊരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഇപ്പോൾ പ്രണയിക്കുന്ന ആൾക്കാരാണെങ്കിലും ഭാര്യ ഭർത്താവായിട്ട് ജീവിക്കുന്നവരാണെങ്കിലും മൂന്നാമതൊരു വ്യക്തിയെ അവിടെ വന്ന് സംസാരിക്കാനുള്ള ഒരു സ്ഥാനം നിങ്ങൾ കൊടുക്കാതിരിക്കുക. നിങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഉള്ളിൽ എന്ത് സംശയം വന്നാലും അത് ചോദിച്ച് മനസ്സിലാക്കി ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്, അത് ശരിയാണോ എന്ന് നിങ്ങൾ ഇണയോട് ആദ്യം ചെന്ന് ചോദിക്കുക.
തൊടാതെ അങ്ങോട്ട് വിഴുങ്ങരുത് ഒരിക്കലും. ആരെന്ത് പറഞ്ഞാലും അതങ്ങനെ വിശ്വസിച്ച് ഒരിക്കലും ഫാമിലി ലൈഫിലെ പ്രശ്നങ്ങൾ വളർത്താനായിട്ട് നിങ്ങൾ കാരണക്കാരാവരുത്. സംസാരിച്ച് തീർക്കുക. 4 ചുവരുകൾക്കുള്ളിൽ സംസാരിച്ച് തീർക്കുക. ബോണ്ടിങ് ഉണ്ടാക്കിയെടുക്കുക. ധൈര്യത്തോടു കൂടി അങ്ങോട്ട് മുന്നോട്ട് പോവുക. ഫാമിലി ലൈഫിൽ ആദ്യം ഉണ്ടാവേണ്ടത് അണ്ടർസ്റ്റാൻഡിങ് ആണ്. പരസ്പരം ഇണകൾ തമ്മിൽ മനസ്സിലാക്കുക. ഹൃദയങ്ങൾ പറയാതെ തന്നെ തൻ്റെ ഭാര്യയുടെ നോട്ടങ്ങളിൽ മനസ്സിലാക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിൻ്റെ ഒറ്റ നോട്ടത്തിൽ എന്താണ് ഉദ്ദേശിച്ചതെന്ന് അറിയാൻ കഴിയുന്ന ഭാര്യമാരുണ്ട്. അതെന്താണെന്നറിയോ? അവരുടെ മനസ്സ് അത്രയും കോർത്തിണങ്ങി നിൽക്കുക. ഈ ഒരു ബോണ്ടിങ്, ഈ ഒരു സ്ട്രോങ്നെസ് ഉണ്ടെങ്കിൽ ഒരാൾക്കും അവിടെ വിള്ളലുണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു വിശ്വാസം, അത് ഉണ്ടാക്കിയെടുക്കുക. പറയാനുള്ളത് എന്താണെങ്കിലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സംസാരിച്ച് തീർക്കുക. സംശയങ്ങളൊന്നും ബാക്കി വയ്ക്കേണ്ട കാര്യമില്ല. സംസാരിച്ച് തീർക്കുക, ക്ലിയർ ചെയ്യുക. എന്തും തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. ഹാപ്പി ആയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾക്ക് സാധിക്കും. നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ ലൈഫിനെ ഹാപ്പിനെസ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ഓരോരുത്തർക്കും സാധിക്കുമെന്നുള്ളതാണ്. സോ ഹാപ്പി ലൈഫ്, ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ആൻഡ് ടേക്ക് കെയർ. ബൈ.